നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണ്. അപ്പോൾ പ്രിലിംസ് എക്സാമൊക്കെ കഴിഞ്ഞവരും കഴിയാത്തവരും ഒക്കെ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകളും മെയിൻസ് സിലബസും പഠിച്ചു തുടങ്ങിക്കൊള്ളുക. സമയം കളയാനായിട്ട് ഇല്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്താൻ കഴിയും. പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകുന്നത് പോലെയുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തരാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. നമ്മുടെ സിലബസിലെ ആദ്യത്തെ ഭാഗം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചല്ലോ. അതിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഈ ഒരു കമ്മീഷൻ തന്നെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത്. ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1948 1949 നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനുശേഷമാണ് ഈ കമ്മീഷൻ വരുന്നത്. തൊട്ടടുത്ത വർഷം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഈ ഒരു പേരിൽ തന്നെയുണ്ട് ഇതെന്താണ്, ഉന്നത വിദ്യാഭ്യാസം പ്രായോഗികവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് ഈ ഒരു കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസം പ്രായോഗികവും കാര്യക്ഷമവും ആക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കമ്മീഷൻ രൂപീകൃതമാകുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ രൂപം കൊണ്ട കമ്മീഷനാണ് ഇത്. ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു പണ്ഡിതനും തത്വചിന്തകനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ വശങ്ങൾ പഠിക്കുവാനും അതിനു വേണ്ട പരിഷ്കാരങ്ങളൊക്കെ വരുത്തുവാനും വേണ്ടിയിട്ട് രൂപീകൃതമായ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഈ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ അത്രയും നിങ്ങളൊരു ഇൻട്രഡക്ഷനായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ കമ്മീഷനെക്കുറിച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. എന്തിനു വേണ്ടി വന്നതാണ്? സർവകലാശാല വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ വശങ്ങൾ പഠിച്ച് പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡോക്ടർ രാധാകൃഷ്ണനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ കമ്മീഷൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട. അപ്പോൾ ഇതൊരു ബേസ് ക്ലാസ്സാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജനനം 1888 സെപ്റ്റംബർ 5 1888 സെപ്റ്റംബർ 5 അദ്ദേഹം ജനിക്കുന്നത്. ഏത് വർഷമാണ്? 1888 സെപ്റ്റംബർ 5. ഈ സെപ്റ്റംബർ 5 തന്നെയാണ് എന്തായിട്ട് ആചരിക്കുന്നത്? അധ്യാപക ദിനം, ദേശീയ അധ്യാപക ദിനമായിട്ട് 1962 തൊട്ടാണ് ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ്. തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് തിരുത്തണിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1888. 1975 മരണം. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം എതിരില്ലാതെ ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയുമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. അതുപോലെ നോക്കിക്കേ, ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി. അപ്പോൾ അറിഞ്ഞിരിക്കുക 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ തന്നിട്ട് ഇതിൽ ചേരുന്നത് ഏത് ചേരാത്തത് ഏതെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയാണ് 1954.
തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലേ, തത്വചിന്തകൻ. അതുപോലെ ബാലസാഹിത്യകാരൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. തത്വചിന്തകനും പണ്ഡിതനും ബാലസാഹിത്യകാരൻ എന്ന നിലയിലൊക്കെ അറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. ഇദ്ദേഹത്തെ രാജ്യസഭയുടെ പിതാവ് എന്ന് വിളിച്ചു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ രാജ്യസഭയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം അദ്ദേഹം രാഷ്ട്രപതിയായ കാലയളവ് എന്ന് പറയും. നമുക്കിത് ഭരണഘടനയുടെ ഭാഗത്തു നിന്നും കൂടെ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. 1962 തൊട്ട് 67 വരെയാണ്. 1962 മെയ് 13 തൊട്ട് 1967 മെയ് 13 വരെയാണ് അദ്ദേഹം എന്തായിരുന്നത്? രാഷ്ട്രപതിയായിരുന്നത്. അപ്പോൾ ഈ കാലയളവിൽ നടന്ന സംഭവങ്ങളെല്ലാം നമുക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. നോക്കുക, കൃത്യം 5 വർഷം. 1962 മെയ് 13 തൊട്ട് 1967 മെയ് 13 വരെ അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ 1962 നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി ആ സമയത്ത്. അതുപോലെ 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. ഈ സമയത്തൊക്കെ രാഷ്ട്രപതി ആര് തന്നെയായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തും രാഷ്ട്രപതിയായിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി 1962 മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 5 എന്തായിട്ട് ആഘോഷിക്കുന്നുണ്ട്? ദേശീയ അധ്യാപക ദിനം. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഇദ്ദേഹം. ആന്ധ്ര യൂണിവേഴ്സിറ്റി, അതുപോലെ ബനാറസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ചക്രവർത്തി സർ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെലോഷിപ്പ് ഒക്കെ നേടിയ ആദ്യ ഇന്ത്യക്കാരനുമാര് തന്നെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അറിഞ്ഞിരിക്കുക, ബ്രിട്ടീഷ് ചക്രവർത്തി സർ പദവി നൽകി ആദരിച്ചു. അതുപോലെ ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. 1923 പ്രധാന കൃതിയാണ് ഇന്ത്യൻ ഫിലോസഫി. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് 1926 ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. ദി ഭഗവത് ഗീത. റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ദ പ്രിൻസിപ്പിൾ ഉപനിഷത്ത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. മൈ സെർച്ച് ഫോർ ട്രൂത്ത് അതുകൊണ്ട് ഓർത്തിരിക്കുക, നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയ കൃതികളാണ് ഈ പറയുന്നത്. മൈ സെർച്ച് ഫോർ ട്രൂത്ത്. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, മൈ സെർച്ച് ഫോർ ട്രൂത്ത്, ദി ഭഗവത് ഗീത, റിലീജിയൻ ആൻഡ് സൊസൈറ്റി. റിലീജിയൻ, സയൻസ് ആൻഡ് കൾച്ചർ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ദി പർസ്യൂട്ട് ഓഫ് ട്രൂത്ത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ദ ഫിലോസഫി ഓഫ് ഹിന്ദുയിസം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. എസെൻഷ്യൽ ഓഫ് സൈക്കോളജി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ദ പ്രിൻസിപ്പിൾ ഉപനിഷത്ത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പോൾ ഈ കൃതികളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടും ഏറ്റവും ബേസ് ക്ലാസ് ആയതുകൊണ്ടും ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻട്രഡക്ഷനും ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് കുറേയധികം പോയിന്റുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള ബാക്കി ക്ലാസ്സുകൾ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാക്കി ക്ലാസ്സുകൾ, അപ്പോൾ 2023 സിലബസ് ചേഞ്ചായി. അപ്പോൾ ഇനി ഈ സിലബസിൽ മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ 2 പേപ്പർ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്കിനി വഴി അറിഞ്ഞിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ എന്തായാലും സിലബസിൽ കാണും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. നോട്ട്സിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ അംഗമാവുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് ഞാനതിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ബാക്കി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്